ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എക്സലിലെ ഫോർമുലകളായ സമ്മ്, അതേപോലെ തന്നെ നെസ്റ്റ് ഈഫ്, കൗണ്ട് ഈഫ്, അതേപോലെ കൗണ്ട് എ, സം ഇഫ്, അതേപോലെ തന്നെ വി ലുക്കപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പുതിയതായിട്ടൊന്നും ഇതിൽ നമ്മൾ പഠിക്കണില്ല, നമ്മൾ മുമ്പ് ചെയ്ത് തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇത് നമുക്കൊരു സാലറി ഷീറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻസുകളൊക്കെ നമ്മളിന്ന് ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ചെയ്യാം, ഡി എ കാണാം. അപ്പോൾ ഡി എ എന്ന് പറയുന്നത് ബേസിക് സാലറിൻ്റെ 2.5% ആണ്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈക്വൽ ടു ഇടുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇത് സെൻട്രൽ ലൈൻ, ഇതിൽ പലതും സെൻട്രൽ ലൈനാണ്. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേഷന് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സെൻട്രൽ അലൈൻ എന്നുള്ളത് ഇവിടെ ഒഴിവാക്കിയിട്ട് നമുക്ക് ലെഫ്റ്റ് അലൈനാക്കി കൊടുക്കാം. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ, അതായത് ഇതിൻ്റെ എത്ര ശതമാനം കാണാൻ ഈക്വൽ ടു ഇടുക. എന്നിട്ട് ബേസിക് പേ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് 2.5, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇൻറ്റു 2.5 എന്നിട്ട് അതിന് ശേഷം പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് പെർസെൻറ്റേജ് ഇടാൻ മറക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ അതിൻ്റെ 2.5% എത്രയെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യുക, ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അതേപോലെ തന്നെ നമുക്ക് HRA കാണാം. HRA 3.5 ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഇടുക, ബേസിക് പേ സെലക്ട് ചെയ്യുക, ഇൻറ്റു 3.5% എന്ന് ചേർത്ത് കൊടുത്ത് എൻ്റർ അടിക്കുക. അപ്പോൾ അതിൻ്റെ 3.5% എത്രയെന്നുള്ളത് ഇവിടെ കാണിക്കും. ഇതും നമ്മളിവിടെ വന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് PF കാണാം. അത് 1.5 ആണ്. അപ്പോൾ ഈക്വൽ ടു ഇടുക, ബേസിക് പേ സെലക്ട് ചെയ്യുക. എല്ലാം ബേസിക് പേൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. ഇൻറ്റു 1.5% എന്ന് ചേർത്തു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സമ്മ് കാണാം. സമ്മ് കാണാൻ നമുക്ക്, അല്ലെങ്കിൽ ടോട്ടൽ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സം എന്ന് എഴുതുക, SUM, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വാല്യൂ മുതൽ, അതായത് ബേസിക് പേ മുതൽ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ PF എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ജസ്റ്റ് ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള വിവരങ്ങൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ആൻസർ ചെയ്യാം. ആദ്യം തന്നെ, ഹൗ മെനി എംപ്ലോയീസ് ഇൻ കമ്പ്യൂട്ടർ, ഫിനാൻസ് ആൻഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കമ്പ്യൂട്ടറിലും അതേപോലെ തന്നെ ഫിനാൻസിലും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര എംപ്ലോയീസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോന്നിനും സെപ്പറേറ്റ് ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൗണ്ടാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൗണ്ട് ഈഫ്. അപ്പോൾ ഇവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് ടൈപ്പ് ചെയ്തു, കൗണ്ട് ഈഫ്, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ വന്ന് ഈ ഭാഗം സെലക്ട് ചെയ്തു, ഒരു കോമ ഇടുക. എന്നിട്ട് ഏതാണോ നമുക്ക് തിരയേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫിനാൻസ് ആണ് തിരയേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഫിനാൻസ് എന്ന് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൽ 2 ആൾക്കാരാണ് വരുന്നത്. ഇനി കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ആൾക്കാരാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ റേഞ്ച് എന്നുള്ളിടത്ത് സെയിം നേരത്തെ ഉണ്ടായിരുന്ന അതേ റേഞ്ച് തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇടുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിച്ചാൽ അപ്പോൾ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ആളുകളാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. ഇനി അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ആൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി ഈക്വൽ ടു ഇടുക. നേരത്തെ ചെയ്ത പോലെ തന്നെ കൗണ്ട് ഈഫ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഹെഡിങ് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യണം, ഹൗ മെനി ബേസിക് സാലറി ഇൻ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. അപ്പോൾ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ട് എത്രയാണ് ബേസിക് സാലറി എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരണം. അപ്പോൾ ഇവിടെ വന്ന്
ബേസിക് സാലറി. കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ട് നമുക്ക് ബേസിക് സാലറി എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ സമ്മീഫ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്തു, സമ്മീഫ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈ ഭാഗം സെലക്ട് ചെയ്യാം. അതായത് ഈ കമ്പ്യൂട്ടർ നിൽക്കുന്ന ഈ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് ഏതിനാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, അതായത് കമ്പ്യൂട്ടർ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിക് സാലറിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് കമ്പ്യൂട്ടർ എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ബേസിക് സാലറി നിൽക്കുന്ന ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ബേസിക് സാലറി എന്നുള്ളത് ഈ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ആ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ട് ബേസിക് സാലറി ഇത്രയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് മനോജിൻ്റെയും അതേപോലെ ആശിഷിൻ്റെയും പോസ്റ്റും അതേപോലെ ഗ്രേഡും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്രേഡ് കാണാം. ഈ സാലറിക്ക് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഗ്രേഡ് കാണാം. ഈഫ് ടോട്ടൽ സാലറി ഈസ് ഗ്രേറ്റർ ദാൻ 20,000 ആണെങ്കിൽ എയും, അതേപോലെ തന്നെ ഈഫ് സാലറി ഗ്രേറ്റർ ദാൻ 10,000 അപ്പോൾ 10,000 മുകളിലാണെങ്കിൽ ബിയും, അതർവൈസ് സി. അപ്പോൾ അത് നേരത്തെ നമ്മൾ ചെയ്തത് തന്നെയാണ്. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു ഇടുക, എന്നിട്ട് ഈഫ് ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ടോട്ടൽ സാലറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20,000. ഓക്കെ, 20,000 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ടൊരു കോമ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് 20,000 മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ഗ്രേഡ് എന്നുള്ളത് എ എന്ന് ചേർത്ത് കൊടുക്കണം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കോമ ഇടുക, എന്നിട്ട് ഈഫ് ഇടുക, അതായത് നെക്സ്റ്റ് ഈഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഈ ടോട്ടൽ സാലറി സെലക്ട് ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000. അപ്പോൾ 10,000 മുകളിൽ വരുന്നതെങ്കിൽ നമുക്കിവിടെ വന്ന് എന്ത് പ്രിൻറ്റ് ചെയ്യണം, ബിന്ന് പ്രിൻറ്റ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ, അതായത് എയും അല്ല ബിയും അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം, സിന്ന് പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോന്നിനും ഗ്രേഡ് വന്നിട്ടുണ്ടാവും. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണാൻ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓരോരുത്തരെ ഗ്രേഡിനനുസരിച്ച്, അതായത് ഓരോരുത്തരുടെയും സാലറിക്ക് അനുസരിച്ച് ഇവിടെ ഗ്രേഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് മനോജിൻ്റെയും അതേപോലെ ആശിഷിൻ്റെയും പോസ്റ്റും ഗ്രേഡുമാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, അവരെ രണ്ട് പേരും നമുക്കിവിടെ എഴുതാം. മനോജ് എന്നും എഴുതി, അതേപോലെ തന്നെ ആശിഷ് എന്നും എഴുതി. ഇനി എന്ത് ചെയ്യാണ്, നമ്മളിവിടെ വന്ന് അവരെ എന്തൊക്കെയാണ് കാണേണ്ടത്, പോസ്റ്റും കാണണം, അതേപോലെ തന്നെ ഗ്രേഡും കാണണം. അപ്പോൾ അതെങ്ങനെ കാണണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനോജിൻ്റെ കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു ഇടുക, അതിനുശേഷം വി ലുക്കപ്പ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ മനോജ് എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് ഈ ടേബിൾ മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണ് ഇവിടെ കാണേണ്ടത്, പോസ്റ്റാണ് കണ്ടത്. അപ്പോൾ പോസ്റ്റ് എന്നുള്ളതിൽ എത്രാം കോളത്തിലാണ് വരുന്നത് നോക്കുക. അപ്പോൾ 1, 2, 3. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ കോളത്തിലാണ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ 3 എന്ന് ചേർത്ത് കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഫാൾസ് എന്നുള്ളത് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മനോജിൻ്റെ പോസ്റ്റ് എന്നുള്ള ഏതാണോ എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. ഇനി ആശിഷിൻ്റെ പോസ്റ്റ് കാണാം. അപ്പോൾ ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ആസിസ് എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് ഈ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എത്രാം സ്ഥാനത്താണ് ഇത് വരുന്നത് നോക്കാം. നമുക്കിതിൽ 1, 2, 3 മൂന്നാമത്തെ കോളത്തിലാണ് വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. എക്സ്ട്രാക്റ്റ് മാച്ച് കിട്ടാനും നമ്മളിവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ആസിഷിൻ്റെ പോസ്റ്റ് എന്നുള്ളത് മാനേജർ എന്നുള്ളത് ഇവിടെ കാണിച്ചു, മാനേജർ എന്നുള്ളത് കാണിക്കുന്നത്. ഇനി അവരുടെ ഗ്രേഡ് നമുക്ക് കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു വി ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് മനോജിനെ സെലക്ട് ചെയ്തു. ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ ഈ ചെയ്ത ടേബിൾ ഏതാണോ അത് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിതിലെ ഗ്രേഡ് അത് എത്രാമത്തെ കോളത്തിലാണ് വരുന്നത് നോക്കാം. 1,
2 3 4 5 6 7 8 9 ഒൻപതാമത്തെ കോളത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് 9 എന്ന് എഴുതി. എക്സ്ട്രാക്റ്റ് മാച്ച് കിട്ടാനും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഇവിടെ ഫാൾസ് എന്നും ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ അവരെ ഗ്രേഡ് ഏതാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ആസിഷിൻ്റെ നമുക്ക് കാണാം. അപ്പോൾ ഈക്വൽ ടു ഇടുക, വി ലുക്കപ്പ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ആസിസിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഇത്രയും ഭാഗം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു, ടേബിൾ ഓഫ് അറേ ടേബിൾ സെലക്ട് ചെയ്തു. ഇനി ഇതിൽ എത്രാം കോളത്തിലാണ് ഡാറ്റ വരുന്നത് നോക്കാം. നേരത്തെ നമ്മൾ കൗണ്ട് ചെയ്താണ് 1 2 3 4 5 6 7 8 9 9th കോളത്തിലാണ് വരുന്നത്. അപ്പോൾ 9 എന്ന് കൊടുത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് കിട്ടാനും നമ്മൾ ലാസ്റ്റ് ഫാൾസ് എന്നും ചേർത്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിക്കുക. അപ്പോൾ അതിൽ അവർക്ക് മാനേജർക്കുള്ള അസിസ്റ്റൻ്റിലെ ഗ്രേഡ് എന്ന് പറയുന്നത് ബി ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഹൗ മെനി എംപ്ലോയീസ് ഇസ് മാനേജർ ആൻഡ് ഗാർഡ്. അപ്പോൾ ഇതിൽ കൗണ്ട് ഈഫസ്, ഇതിൽ നമുക്ക് എത്ര മാനേജേഴ്സ് ഉണ്ടെന്നും എത്ര ഗാർഡ് ഉണ്ടെന്നുമാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാനേജർ എന്നിവിടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഹെഡിങ് ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാനേജറിൻ്റെയും അതേപോലെ തന്നെ ഗാർഡിൻ്റെയും എണ്ണാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാനേജർ എന്ന് ചേർത്തു. അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് ഗാർഡ് എന്നും ചേർത്തു. ഇനി അതിൻ്റെ എണ്ണാണ് നമുക്കിവിടെ കാണേണ്ടത്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൗണ്ട് ഈഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈക്വൽ ടു ഇടുക, എന്നിട്ട് ഇവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഭാഗം സെലക്ട് ചെയ്തു. ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഈ മാനേജറിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ മാനേജറെ എണ്ണാണ് നമ്മൾ ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മാനേജർ എന്ന് കൊടുത്തു. അപ്പോൾ എത്ര മാനേജർ ഉണ്ടെന്ന് നമുക്കിവിടെ കാണിക്കും, 2 മാനേജറാണുള്ളത്. ഇനി എത്ര ഗാർഡ് ഉണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഗാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഭാഗം, അതായത് നമ്മൾ ആ ഡാറ്റാസ്, അതായത് ഈ ഗാർഡ് എന്ന് വരുന്ന ആ റേഞ്ച് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ എത്ര ഗാർഡിൻ്റെ എണ്ണം ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുക. അപ്പോൾ ഗാർഡിൻ്റെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു കൗണ്ട് ഈഫ്, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ചെയ്ത ഈ ഭാഗം, ഈ റേഞ്ച് ഏതാണോ അത് സെലക്ട് ചെയ്തു, ഒരു കോമ ഇടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് ഈ ഹെഡിങ് എന്താണോ അതും സെലക്ട് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ എത്ര ഗാർഡിൻ്റെ എണ്ണം വരുന്നുണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയിട്ട് ഈ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ ഉപയോഗിച്ച ഫയൽ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.